ഉസ്താദ് അൻസാരി സുഹ്രിക്ക് ഒരു മറുപടി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ശക്തമായ ഒരു മറുപടി ആയിരിക്കും അത്. അപ്പോ ആ മറുപടി കൊടുക്കുമ്പോൾ നമ്മൾ ഹിന്ദുവും മുസ്ലിമും ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനി ഉണ്ടാവണമെന്നാണ്. നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിൽ ഈ അമർ അക്ബർ ആന്റണി എന്നൊക്കെയുള്ള സിനിമകൾ കാണാറ്. അതേപോലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയാണ് ഇന്ത്യയുടെ കൊടിയിലെ നിറങ്ങൾ പോലും റെപ്രസെന്റ് ചെയ്തത്. അപ്പോൾ ഉസ്താദ് എന്റെ ചെയ്തൊരു വീഡിയോയ്ക്ക് ശക്തമായൊരു മറുപടിയും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ആ വീഡിയോയിൽ ഒന്ന് രണ്ട് ഭാഗങ്ങൾ കാണാം. എന്നിട്ട് ഉസ്താദ് റേസ് ചെയ്യുന്ന ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് ക്ഷേത്രത്തിന്റെ മതിലിൽ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി, അതും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ട് എഴുതി കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരെ യുപിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തൊരു വാർത്ത ഞാൻ പങ്കുവച്ചിരുന്നു. നമ്മുടെ കേരളത്തിലെ അധികം മാധ്യമങ്ങളൊന്നും അത് കൊടുത്തിട്ടില്ല. ശ്രദ്ധിക്കണം, നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത്ര പ്രാധാന്യമുള്ളൊരു വാർത്ത കൊടുത്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്പെല്ലിംഗ് കറക്റ്റാണ്, വേറെ ആർക്കും പിടിക്കാൻ കഴിയാത്ത കുറച്ചുകൂടെ കഴിവും വിവരമുള്ളവരാണ് ചെയ്തിരുന്നെങ്കിൽ ആ നാട്ടിൽ കലാപം ഉണ്ടാവില്ലേ? അത് ഈ ഐ ലവ് മുഹമ്മദിനോട് ഒരു പ്രശ്നമുള്ളതുകൊണ്ടല്ല. ഐ ലവ് മുഹമ്മദോ ഐ ലവ് ജീസസോ ഐ ലവ് ശ്രീരാമനോ ഐ ലവ് അയ്യപ്പനോ പ്രശ്നമല്ല. പക്ഷേ പ്രശ്നം ഉണ്ടാക്കാനും പ്രകോപനം ഉണ്ടാക്കാനും തമ്മിൽ തല്ലിപ്പിക്കാനും വേറൊരു വിഭാഗം വന്ന് നമ്മുടെ അമ്പലത്തെയോ പള്ളിയോ കയ്യേറിയെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നമ്മുടെ ഉസ്താദ് പങ്കുവച്ചിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അവസാനം പോലീസ് ആൾക്കാരെ കണ്ടെത്തി 4 തീവ്ര ഹിന്ദുത്വവാദികൾ അറസ്റ്റ്. ഈ വാർത്ത കേൾക്കുമ്പോൾ ചിരിക്കണോ കരയണോ വിഷമം വേണോ ദേഷ്യം വേണോ എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു. എന്ത് ചെയ്യാനാണ്? ഇവന്മാരെ കൊണ്ട് എന്തൊരു ശല്യമാണ്, എന്തൊരു നാടിന് നാശമാണെന്ന് ആലോചിച്ച് നോക്കി. അതായത് ഹിന്ദു ക്ഷേത്രത്തിൽ പോയി ഐ ലവ് മുഹമ്മദ് എന്നെഴുതി, അതിന് മുസ്ലിങ്ങളാണെന്ന്. ഇപ്പൊ ആലോചിച്ചു, ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഫിൻലാൻഡിലെ ഹെൽസിങ്കിയിലെ വൈറ്റ് കത്തീഡ്രൽ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിസ്ത്യൻ പള്ളിയിലാണ്. ഇവിടെ വന്നിട്ട് ഈ പള്ളി മഹത്തരമാണ്. നമ്മുടെ എന്താ പറയുക, മനോഹരമായ ഹെൽസിങ്കിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അടയാളമാണ്. നമ്മുടെ നാട്ടിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് പോലെയോ, അല്ലെങ്കിൽ വേളാങ്കണ്ണി പള്ളി എന്ന് പറയുന്ന പോലെയോ, അല്ലെങ്കിൽ അജ്മേർ ദർഗ എന്നൊക്കെ പറയുന്ന പോലെയോ. അജ്മേർ ദർഗയിൽ നാളെ ഒരാൾ ചെന്നിട്ട് ഐ ലവ് അയ്യപ്പ അല്ലെങ്കിൽ ഐ ലവ് ശ്രീരാമ എന്നൊക്കെ എഴുതുകയാണെങ്കിൽ എന്ത് പറ്റും? ഐ ലവ് ശ്രീരാമനോടുള്ള ദേഷ്യം കൊണ്ടല്ല, പകരം മറ്റൊരു വിഭാഗത്തിന്റെ, നമ്മുടെ സഹോദര വിഭാഗത്തിന്റെ പള്ളിയിൽ പോയി ഐ ലവ് ശ്രീരാം എന്ന് എഴുതി അവിടെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അവിടെ വലിയ കലാപങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്ന ചില തീവ്ര ഇടതുപക്ഷവാദികൾ പറയും, കണ്ടോ മതങ്ങളെല്ലാം പ്രശ്നമാണ്. അങ്ങനെയല്ല. അതിപ്പോ നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ വന്നിട്ട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെയോ ഐ ലവ് കോൺഗ്രസ് എന്ന് എഴുതി എങ്ങനെയിരിക്കും? BJP കാരുടെ ഓഫീസിൽ ചെന്നിട്ട്, BJPയുടെ ഓഫീസിൽ ചെന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് വെളി എഴുതി വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടൂ? അത് ആശയപരമായ വ്യത്യാസമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, മറ്റൊരാളുടെ പ്രോപ്പർട്ടിയാണ്, അതിൽ നമ്മൾ കയ്യേറുന്നു എന്നുള്ളൊരു ഫീലിംഗ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാകും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഹെൽസിങ്കി പള്ളിയുടെ പശ്ചാത്തലത്തിൽ ചെയ്യുന്നതിന്റെ റീസണും അതാണ്. ഈ ഹെൽസിങ്കി കത്തീഡ്രലിൽ നാളെ ഒരാൾ വന്നിട്ട് ഐ ലവ് മുഹമ്മദ് എന്നോ ഐ ലവ് ശ്രീരാമെന്നോ ഐ ലവ് ശ്രീകൃഷ്ണനോ ഐ ലവ് അയ്യപ്പ എന്നോ ഐ ലവ് ബുദ്ധ എന്നോ എന്ന് വേണമെങ്കിൽ എഴുതിക്കോട്ടെ. അങ്ങനെ എഴുതുന്നത് അവർക്ക് പ്രകോപനമാവും. അപ്പൊ അങ്ങനെ മനഃപൂർവ്വം അടിയുണ്ടാക്കാൻ വേണ്ടി എഴുതി വെപ്പിച്ചവനാണ് നമ്മുടെ നാട്ടിലെ ചില ചേട്ടന്മാര്. അതിൽ പല ആൾക്കാരെ അറസ്റ്റ് ചെയ്തു, കർണിസേന അടക്കമുള്ള തീവ്രവാദ സംഘടനകൾ. അവസാനം പോലീസിന് സംശയം തോന്നി, കാര്യം മുഹമ്മദിന്റെ സ്പെല്ലിംഗ് തെറ്റാണ് എഴുതിയിരിക്കുന്നത്. സ്പെല്ലിംഗ് തെറ്റായിട്ട് ഇതിനകം നമ്മൾ അറിയാതെ പോയ ചില വാർത്തകളുണ്ട്. നമ്മുടെ ശ്രദ്ധയിൽ വരാത്ത ചില വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നിസ്സാര വാർത്തയായിട്ടാണ് ആളുകൾ തള്ളിക്കളയുക. ഇപ്പം ഒരു ക്ഷേത്രത്തിന്റെ ഭിത്തിയിൽ ഐ ലവ് യു മുഹമ്മദ് എന്ന് എഴുതി ആ നാട്ടിലുള്ള ഹിന്ദുവും മുസ്ലിമും തമ്മിൽ ചിത്രതയും സംഘടനയും ഉണ്ടാകാൻ വേണ്ടി ചില ആളുകൾ, ചില ഇന്ത്യയിലെ ചില ഭീകരവാദികൾ എടുക്കുന്ന ഈ പണിയുണ്ടല്ലോ. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത നിസ്സാര വാർത്തയാണ് രാമലേട്ട. നമ്മളൊന്ന് ബാക്കിലേക്ക് പോയാൽ ഇതിപ്പോ ഒരു പ്രദേശത്ത് മാത്രം നിലനിൽക്കുന്ന കലാപമാണല്ലോ. ഇന്ത്യ ഒട്ടാകെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില വാർത്തകൾ കഴിഞ്ഞുപോയി. ഫോർ എക്സാമ്പിൾ, നമ്മുടെ രാജ്യത്ത് IS ഭീകരവാദികളുണ്ടോ? IS ഭീകരവാദികൾ ഇല്ല എങ്കിൽ IS ഭീകരവാദികളുടെ ലോക ഉല്ലേഖനം ചെയ്ത ബാനർ എങ്ങനെയാണ് ഒരു മരത്തിന്റെ ചുവടെ ഉണ്ടാവുക? അങ്ങനെ വാർത്ത നമ്മൾ കാണാതെ പോയിട്ടുണ്ട്. കാരണം അവിടെ നമ്മൾ വളരെ ഗൗരവത്തിൽ എടുക്കാത്തതുണ്ട്. ഞാൻ ആ വാർത്ത ഒന്ന് വായിക്കാം. IS പതാക BJP പ്രവർത്തകൻ കസ്റ്റഡി. ആലോചിച്ച് നോക്കി, ലോകം കണ്ട വലിയ ഭീകരവാദ സംഘടനകൾ ഒന്നായ ISന്റെ പതാക. എന്ത് നന്മയുള്ള മനുഷ്യനാണ്. അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ലോകത്തിൽ 99.99 മുസ്ലിങ്ങളും അംഗീകരിക്കാത്ത ഇസ്ലാമിസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന, ഭീകരവാദ സംഘടന. അങ്ങനെ തന്നെ ഉസ്താദ് അൻസാരി സുഹ്രി എടുത്തു പറയുന്നുണ്ട്. എല്ലാ മതങ്ങളിലും ഇതേപോലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ. ഇസ്ലാം മതത്തിൽ അത് ഇസ്ലാമിക് സ്റ്റേറ്റ് ആണെങ്കിൽ, നമ്മൾ ഹിന്ദുക്കളുള്ളത് ഗോഡ്സേവാദികളാണെങ്കിൽ, ഇതേപോലെ എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട്. ക്രിസ്ത്യൻ വിഭാഗങ്ങളിലുണ്ട്, മുസ്ലിം വിഭാഗങ്ങളുണ്ട്, ഹിന്ദു വിഭാഗങ്ങളുണ്ട്. ഏറ്റവും വേദനാജനകം എന്ന് പറയട്ടെ, ഭഗവാൻ ബുദ്ധൻ ലോക സമാധാനത്തിന് ഏറ്റവും സംഭാവന ചെയ്യുക ബുദ്ധന്റെ ധർമ്മത്തിൽ, ബുദ്ധന്റെ പേരിൽ അങ്ങനെ കുറെ ആൾക്കാർ
ആൾക്കാർ ചെയ്യുന്നുണ്ട്. അവരാണ് ഈ റോഹിംഗ്യകളെയൊക്കെ ആക്രമിച്ചത്. അല്ലെങ്കിൽ ഏറ്റവും മോശമായ ഭരണകൂട ഭീകരത കണ്ടത് നമ്മൾ അവരിൽ അടക്കമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നു. ഉസ്താദ് അൻസാരി സുഹറിയോട് ഏറ്റവും ആദരവോടുകൂടി തന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. സത്യം പറയാലോ, ഈ വാർത്ത ഞാൻ അറിഞ്ഞിരുന്നില്ല. സത്യം അറിഞ്ഞിരുന്നെങ്കിൽ ഒരു സ്റ്റോറി ചെയ്യുമായിരുന്നു. ഇദ്ദേഹം 3-4 കാര്യങ്ങൾ വേറെ പറയുന്നുണ്ട്. അതിന്റെ എല്ലാ സ്റ്റോറി ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ അറിയാത്ത കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പതാക, ആ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പതാക യഥാർത്ഥത്തിൽ ഒരു BJP പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നു. BJP പ്രവർത്തകൻ ഇത് പലത്തും കൊണ്ടുപോയി കെട്ടി ഇവിടെ ഇസ്ലാമിക തീവ്രവാദികളുണ്ടെന്ന് കാണിച്ച് പ്രശ്നം ഉണ്ടാക്കും. എത്ര മോശകരമാണ്, എന്തൊരു ചെറ്റത്തരമാണ്, എത്ര വിനാശകരമാണ്. ആലോചിച്ച് നോക്കുക. യഥാർത്ഥത്തിൽ ഇന്ന് ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലുകയായിരുന്നെങ്കിൽ ഇതേ ഗോഡ്സെ എന്ത് ചെയ്യാറുന്നറിയോ? ഗോഡ്സെ തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്. പക്ഷേ ആ ഗോഡ്സെ അറ്റ്ലീസ്റ്റ് കൊന്നു, അവിടെ നിൽക്കാൻ, അല്ലെങ്കിൽ താനാണ് കൊന്നതെന്ന് പറയാനുള്ള മര്യാദ കാണിച്ചു. ഇന്നത്തെ ഗോഡ്സെവാദികൾ മഹാത്മാഗാന്ധി ഉണ്ടെങ്കിൽ മഹാത്മാഗാന്ധിയെ കൊന്നിട്ട് എന്ത് പറയാന്നറിയാമോ? അയ്യോ, ഞങ്ങളുടെ ബാപ്പുവിനെ മുസ്ലിങ്ങൾ കൊന്നേ എന്ന് പറയുമായിരുന്നു. അതായത് മഹാത്മാഗാന്ധിയെ കൊന്ന ശേഷം ബാപ്പുവിനെ മുസ്ലിങ്ങൾ കൊന്നേന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധിക്ക് വേണ്ടി മറ്റേ രഘുപതി രാഘവ രാജാറാവും കൂടെ പാടി പരിപാടി നടത്തുമായിരുന്നു. അത്ര മോശം ആൾക്കാർ എല്ലാ മതങ്ങളിലും ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദു ധർമ്മത്തിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹിന്ദു മതത്തിന്റെ ക്യാൻസറാണ്, നമ്മുടെ ഹിന്ദു സമുദായത്തിന്റെ ക്യാൻസറാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികളെന്ന് തിരിച്ചറിയണം. ഗ്രാമത്തിലെ മരത്തിന്റെ ചോര വലിച്ചിട്ടിരിക്കുക. പോലീസിന്റെ സമഗ്രമായ എന്തിനാണ് ചെയ്യുന്നത്? അതാണ് പോയിന്റ്. പ്രദേശത്ത് മാത്രം ഈ സംഗതിയല്ല. ഈ ബാനർ ഇവർ ഒട്ടാകെ പ്രകടിപ്പിക്കും. നമ്മുടെ ക്രൈസ്തവ നമ്മൾ സൂക്ഷിക്കണം. എന്തിനു വേണ്ടിയാണ്? ഒരു സമൂഹത്തെ ഏകീകരിക്കാൻ വേണ്ടിയാണ്. നല്ലത് പറഞ്ഞ് നന്മ പറഞ്ഞൊന്നും ഒരു സമൂഹത്തെ ഏകീകരിക്കാൻ കഴിയത്തില്ല എന്ന അവരുടെ ദുർബലതയും നിസ്സഹായതയുമാണ്. അതാണ് പോയിന്റ്. ഒരു ശത്രുവിനെ, ഒരു മുസ്ലിം എന്ന ശത്രുവിനെ കാണിച്ചു കൊടുത്തിട്ട് സമൂഹത്തെ ഏകീകരിക്കുന്നു. ഇത് നമ്മൾ പ്രിയപ്പെട്ട നമ്മൾ കാണാതെ പോയതാണ്. മറ്റൊരു വാർത്ത ഇതുപോലൊക്കെ ഒരു മുസ്ലിമായ പ്രധാന അധ്യാപകന്റെ സ്ഥലം മാറ്റാൻ സ്കൂളിൽ വാട്ടർ ടാങ്കിൽ വിഷം കലർത്തി. ശ്രീരാമസേന നേതാവടക്കം 3 പേർ അറസ്റ്റ്. ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ശ്രീരാമസേനക്കാര്, എനിക്കത് അത് ചിരിച്ചത് വേറൊന്നും കൊണ്ടല്ല, എനിക്കൊരു ദേഷ്യവും വിഷമവും പുച്ഛവും ഒക്കെയാണ്. ശ്രീരാമസേനയിലെ നേതാക്കളെ നിങ്ങൾ കണ്ടു കാണും. കർണാടകത്തില് നമ്മുടെ ഹിന്ദു കുട്ടികൾ പഠിക്കുന്ന സ്കൂളില് ഇവന്മാര് അതിന്റെ ടാങ്കില് വിഷം കലർത്തി. എന്തിനാണെന്നറിയാമോ? മുസ്ലിം അധ്യാപകനെ മാറ്റാൻ, അവിടുത്തെ മുസ്ലിം പ്രിൻസിപ്പളിനെ സ്ഥലം മാറ്റാൻ നമ്മുടെ ഹിന്ദു കുട്ടികൾക്ക് വിഷം കൊടുത്തു കൊല്ലാൻ മടി കാണിക്കാത്ത തീവ്രവാദികളാണ് ഇവർ. പേര് ശ്രീരാമന്റെയും. യഥാർത്ഥത്തിൽ ശ്രീരാമനല്ല, ഇവർ രാവണനും അല്ല. രാവണന് പോലും ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. അതുപോലും ഇല്ലാത്ത ആബ്സല്യൂട്ട് തീവ്രവാദികളും ഭീകരവാദികളുമാണ്. അവിടെ ഉസ്താദ് അൻസാരി സൂറി പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, നമ്മൾ ഹിന്ദുക്കളെ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ സ്ഥിരം പറയുന്നതാണ്. ഇതിന്റെ കോറ് നമ്മുടെ ഉസ്താദ് അൻസാരി സൂറിയും കൂടെ അറിഞ്ഞിരിക്കണം. അതായത് ഞങ്ങളുടെ ഹിന്ദുക്കളുടെ മനസ്സിൽ അനാവശ്യമായൊരു കലി എല്ലാവരോടും ഉണ്ട്. ഞങ്ങൾ ഇതിനെ വിശ്വസിക്കുന്നത് കലികാലം എന്നാണ്. കലി എന്ന് പറഞ്ഞാൽ കാരണമില്ലാത്തൊരു ദേഷ്യം, പ്രതികാരം, ചുമ്മാ ചൊറി. അതുകൊണ്ടാണ് ഈ നല്ല നമ്മൾ വളരെ പോസിറ്റീവായ പോസ്റ്റ് ഇട്ടാലും താഴത്തും ചൊറിയാൻ കുറെ ആൾക്കാർ കാണും. എല്ലാവരിലും ഉണ്ട്. ഞങ്ങൾ ഹിന്ദുക്കളാണ് ഇത് കൂടുതൽ. ഈ കലികാലം എന്ന് നമ്മൾ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന റീസൺ അതാ. കലി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു കലിപ്പ്, ദേഷ്യം, അകാരണമായ പക. ഇത് ഉണ്ടാകുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു ആഴമേറിയ ആത്മീയ ശൂന്യതയിൽ നിന്നാണ്. സാമുദായികമായ, ആത്മീയമായ, മതപരമായ, ചരിത്രപരമായ കാരണങ്ങളുണ്ട്. അതായത് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഞായറാഴ്ചയും മുസ്ലിം സഹോദരങ്ങൾക്ക് വെള്ളിയാഴ്ചയും പോലെ ഈ ഹിന്ദു മതത്തിലോ ഹിന്ദു സമുദായത്തിലോ പെട്ട ആൾക്കാർ ആത്മീയ വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നും നേടാറില്ല. അതായത് ക്രിസ്ത്യാനികൾക്ക് ഞായർ, മുസ്ലിങ്ങൾക്ക് വെള്ളി എന്ന രീതിയിൽ നമുക്ക് ആത്മീയ പഠനത്തിനോ മറ്റോ സമയമില്ല. പരിശുദ്ധ ഖുറാനും വിശുദ്ധ ബൈബിളും ഒന്നും പഠിക്കുന്നത് പോലെ ഞങ്ങൾ പവിത്രമായ ഭഗവത്ഗീതയും പവിത്രമായ രാമായണവും ഒന്നും പഠിക്കുന്നില്ല. അപ്പം വല്ലാത്തൊരു ആത്മീയ ശൂന്യതയാണ്. ഈ ചെയ്യുന്നവന്മാരെ എല്ലാം നോക്കിയാൽ മതി. ജീവിതത്തിൽ പരാജയപ്പെട്ടവന്മാരായിരിക്കും, ഒരു കഴിവില്ലാത്തവരായിരിക്കും, സമൂഹം തിരസ്കരിക്കപ്പെട്ടവരായിരിക്കും. അവന്മാര് നേതാവാകാൻ, നായകനാകാൻ കൂടി വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് കാണുന്ന എല്ലാ പള്ളികളിലെയും താഴെ പോയി ശിവലിംഗം തിരയുന്നത്. എന്നിട്ട് ശിവലിംഗം തിരഞ്ഞിട്ട് പറയും അവര് നേതാവാകാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്മുടെ കുട്ടികളെയും നമ്മളെയും കൊലക്കി കൊടുക്കുന്നത് അവർക്ക് നേതാക്കളാകാൻ, രാഷ്ട്രീയ ലാഭം, സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി വളഞ്ഞ വഴിയിലൂടെ സ്വന്തമായി ഏതെങ്കിലും അമ്പലത്തിന് കല്ലെറിഞ്ഞിട്ട് അത് മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരാണെന്ന് വരുത്തി തീർക്കും. ഇത് ആഴമേറിയ ഒരു സ്പിരിച്വൽ ക്രൈസിസ് ആണ് എന്നുകൂടി നമ്മുടെ ഉസ്താദ് അൻസാരി സൂറി അടക്കമുള്ളവർ തിരിച്ചറിയണം. അത് ഞങ്ങൾ ഹിന്ദുക്കളിലാണ് ഉള്ളത്, ഞങ്ങളാണ് പരിഹരിക്കേണ്ടത്. ഇതിന്റെയൊക്കെ ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയുന്നത്. അതായത് നമുക്ക് അങ്ങനെ ഒരു ഫാമിലി ഓറിയന്റേഷൻ ഇല്ല. ഇപ്പം ക്രിസ്ത്യൻ സമൂഹത്തിന് മറ്റേ പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷനും കാര്യമുണ്ട്. മുസ്ലിം സമൂഹത്തിന് കുടുംബ ഭദ്രതയും കുറച്ച് കൂടുതലാണ് ബാക്കിയുള്ള സമൂഹങ്ങളെ കാട്ടി. കാര്യം ഞങ്ങളുടെ കുടുംബങ്ങളാണ് കൂടുതൽ തകർന്നുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ ജനസംഖ്യയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ജനസംഖ്യ കുറയുന്നത് മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല, നമ്മുടെ ആന്തരിക പ്രശ്നമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് പലപ്പോഴും ഇവിടെ ഇല്ല. ചെറിയ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ നമ്മുടെ ആൾക്കാർക്കില്ല. അപ്പോൾ ഈ ഞങ്ങളുടെ
പിള്ളേരെ എല്ലാം കൂടെ ഹെൽസിങ്കി സിറ്റിയിൽ ഒരു ട്രഷർ ഹണ്ട് ഞാൻ വിട്ടു. എന്നിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് അത്ര പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടത്. അതായത് 2 കാര്യങ്ങളാണ് ഇതിന്റെ സൊല്യൂഷൻ. നമ്മുടെ സമൂഹത്തിലെ ഇസ്ലാമോഫോബിയയ്ക്ക് 2 സൊല്യൂഷനാണ്. യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമോഫോബിയ വരുന്നത് ഹിന്ദുക്കളുടെ ആത്മീയ ശൂന്യതയിൽ നിന്നാണ്. ഞങ്ങളുടെ ഉള്ളിലെ ഒരു നാഗവല്ലിയാണ്. ഈ തീവ്ര സംഖ്യകളടക്കം അങ്ങനെ ഒരു നാഗവല്ലി ബാധിച്ചതാണ്. ഇവരെ തള്ളിക്കളയുന്നതിനെക്കാട്ടി ഇവരെ പറഞ്ഞ് ശരിയാക്കാൻ നോക്കുക നമ്മൾ വേണ്ടത്. അങ്ങനെയാണ് ഗാന്ധിജി ഗോഡ്സെയോട് പറയുന്നത്, നീ എൻ്റെ കൂടെ വന്ന് താമസിക്കുക, അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. അതായത് നീ എന്നെ, ഗാന്ധിജിയെ ഗോഡ്സെ കൊല്ലാൻ 1944 ചെല്ലുമ്പം ഗാന്ധിജി ഗോഡ്സെയോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാണ്, നിനക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്, ഒരു കാര്യം ചെയ്യും, നീ വാ നമുക്ക് സംസാരിക്കാം, പറഞ്ഞു തീർക്കാം വിഷയങ്ങൾ. ഇതുപോലെ ഇവരെ പറഞ്ഞ് ശരിയാക്കാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഇവരുടെ ഈ ആത്മീയ ശൂന്യതയിൽ നിന്ന് എപ്പോഴും അപ്പുറത്തൊരു ശത്രു വേണം. അത് മുസ്ലിം ആകാം, ക്രിസ്ത്യാനി ആകാം, കമ്മ്യൂണിസ്റ്റുകാരനാകാം, വേറെ ആരെങ്കിലും ആകാം. എപ്പോഴും ഒരു ശത്രു അപ്പുറത്ത് വേണം. ആ ശത്രു നമ്മളെ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞാലേ ഇവർക്കൊരു ഗുമ്മുള്ളൂ, ഇവർക്കൊരു പഞ്ച് ഡയലോഗ് കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിലേ ഇവർക്കൊരു ഊർജ്ജം വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഹിന്ദുക്കളെ ശരിയാക്കാൻ ഒന്ന് ഹിന്ദുക്കളുടെ ആത്മീയ വിദ്യാഭ്യാസം, സ്പിരിച്വൽ എഡ്യൂക്കേഷൻ, അത് നമുക്കൊന്ന് ശരിയാക്കണം. എന്ന് പറഞ്ഞാൽ 2-3 സൊല്യൂഷൻ കൂടെ പറയാം. അത് ഉസ്താദ് അൻസാരി സുഹ്രി അടക്കം മുസ്ലിം ക്രിസ്ത്യൻ സമുദായ സഹോദരങ്ങളിലെ ആൾക്കാരും കൂടെ ശ്രദ്ധിക്കണം. അല്ലാതെ ഈ ക്രിസ്ത്യാനികൾ നമ്മൾ ഈ ഹിന്ദുക്കളിലെ തീവ്രവാദികളെ അല്ലെങ്കിൽ തീവ്രസ്വരക്കാരെ പിന്തുടർന്ന് ക്രിസംഗികളാവല്ലേ. അത് നിങ്ങളെ നശിപ്പിക്കും. അത് കർത്താവിന്റെ മാർഗമല്ല, ക്രിസ്തുവിന്റെ മാർഗമല്ല, അത് ഗോഡ്സയുടെ മാർഗമാണ്. നിങ്ങളും കൂടെ ആ പാതയിലേക്ക് വരരുത്. ഇവിടെ ഉള്ളവന്മാരെ നന്നാക്കാൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളും കൂടെ അങ്ങോട്ട് വരരുത്. പകരം നമ്മൾ ചെയ്യേണ്ടത് ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ, നമ്മുടെ പിള്ളേരുടെ ആണെന്ന് തോന്നുന്നു, ഒരു സെല്ലേ ഗൈസ് യു കണ്ടിന്യൂ, വെൽക്കം. അവര് ട്രഷർ ഹണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ വിളിച്ചതാ. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ 2-3 കാര്യങ്ങൾ. ഒന്ന്, ക്രിസ്ത്യൻ സമൂഹത്തിന് ഞായറാഴ്ചയും മുസ്ലിം സമൂഹത്തിന് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ ഒരു ഹിന്ദു സമൂഹത്തിന് ശനിയാഴ്ച സത്സംഗങ്ങൾ നമുക്ക് നടത്താൻ കഴിയണം. അതാണ് ഒന്ന്. 2, പരിശുദ്ധ ബൈബിളും വിശുദ്ധ ഖുറാനും പഠിക്കുന്ന പോലെ ചെറിയ പ്രായം മുതൽ ഭഗവത്ഗീതയാകട്ടെ, രാമായണമാകട്ടെ, എന്തെങ്കിലും ഒരു ബേസ്, ഒരു സ്പിരിച്വൽ ഫൗണ്ടേഷൻ സ്വാമി വിവേകാനന്ദനോ മഹാത്മാഗാന്ധിയോ അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമിയോ ശ്രീനാരായണ ഗുരുദേവനോ ആരെയെങ്കിലും ഒന്ന് പഠിക്കാനും അറിയാനും ഉള്ള ഒരു അവസരം. അപ്പോൾ ഒരു ബേസ് നമുക്കുണ്ടാകും. ആ ബേസിനോട് നമുക്ക് തർക്കിക്കാം, എതിര് പറയാം, അനുകൂലം പറയാം, പക്ഷെ ഒരു ബേസ് ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. പിന്നെ 3, ഒരു സോഷ്യൽ, ഒരു കമ്മ്യൂണിറ്റി ലിവിങ്. ഹിന്ദു സമൂഹത്തിന് അങ്ങനെ കമ്മ്യൂണിറ്റി ലിവിങ് വളരെ കുറവാണ്. ഞാൻ സ്ഥിരം പറയാറുണ്ട്, അതായത് ഒരു ക്രിസ്ത്യൻ മുസ്ലിം സമൂഹം അവരുടെ സമൂഹത്തിലെ ആൾക്കാർക്ക് ചെയ്യുന്ന സപ്പോർട്ട് പോലെ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർ ഞങ്ങൾക്ക് ചെയ്യാറില്ല. അപ്പൊ യഥാർത്ഥത്തിൽ വേണ്ടത് ആ രീതിയിലുള്ള ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷനും മറ്റുമാണ്. ഇത്തരം കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ ഹിന്ദു സമൂഹത്തെ ശരിയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അതിന് നിങ്ങളാൽ കഴിയുന്ന എല്ലാവരുടെയും പിന്തുണയും കൂടെ വേണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ നമുക്കൊരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഉണ്ടാകണം. ആ സ്പിരിച്വൽ എഡ്യൂക്കേഷന്റെ ബേസിൽ നമുക്ക് ഹിന്ദു സമൂഹത്തെയും ഇന്ത്യൻ സമൂഹത്തെയും ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്, ഗോഡ് ബ്ലെസ്.